ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് നമുക്കൊരു ഫുഡ് ഫെസ്റ്റ് ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ പോവാണ് ഗസ്റ്റ് ആയിട്ട്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുള്ളൂ. ഇപ്പൊ ഞാൻ ഗസ്റ്റ് ആയിട്ട് ഇന്നലെ പോകണ്ടേ. ഞാൻ ഇപ്പൊ അക്കൗണ്ടിങ് പഠിക്കണ്ടേ. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്താ പറയുക ചെറുതായിട്ട് ചെറിയൊരു ഫുഡ് ഫെസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗ് മൊത്തം അതേ കാര്യം. അപ്പൊ ഞാൻ എന്തൊക്കെ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവിടുന്ന് കാണിച്ചു തരാം. ഞാൻ തുടക്കം മുതലേ വീഡിയോ എടുക്കാൻ മറന്നു. അപ്പൊ ഇനി ഇവിടുന്ന് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് എന്റെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. 11:30 മണിക്കട്ടെ ഇനോഗ്രേഷൻ എന്ന് പറയണ്ട. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പെരീന്ന് പോയിട്ടുള്ളത്. അവിടെ എത്തിയപ്പോ സാധനങ്ങൾ കൈമാറുണ്ട്. ഇവിടെ സമ്മാന കൈമാറ്റത്തിന് മാനാണ് സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് ഇട്ട. അപ്പൊ ഈ ഇനിയിപ്പുള്ള പരിപാടി എന്താ വെച്ചാൽ ഇവിടുന്ന് ഈ ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമുക്ക് മുകളിൽ എത്തിക്കണം. അവിടെ ടേബിൾ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരാണ് സെറ്റ് ആക്കേണ്ടതിട്ട. അതിന്റെ ഇടയിൽ എന്തൊക്കെ സാധനമാണെന്ന് വെച്ചാണ് വിശാല് വന്നിട്ടുള്ളത്. ഒന്നും സെറ്റ് ആയിട്ടില്ല. എല്ലതും അവിടെ വന്നിട്ടും വേണം നമുക്ക് സെറ്റ് ആക്കാൻ. പിന്നെ ടേബിളിൽ നിന്ന സംഭവം കാര്യങ്ങളൊക്കെ ബോയ്സ് ആയിട്ട് സെറ്റ് ആക്കേണ്ടി ഷീറ്റ് കാര്യങ്ങളൊക്കെ. അതിന്റെ ഇടയിൽ ഞാനും റാഷിദ ശിവപ്രിയ വെറുതെ മൊയന്തളിച്ചെടുക്കട്ടെ അവിടെ ഓരോന്ന് തള്ളിക്കൊണ്ടൊക്കെ. പിന്നെ ഈ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ട് കാര്യമില്ല. നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടും. ബട്ട് നമ്മൾ ഓൾ ചെയ്യണ അത്ര പ്രൊഫഷണൽ ആയിട്ടൊന്നും നമുക്ക് ചെയ്യാൻ കഴിയൂല. സാധനങ്ങൾ കിട്ടിയിട്ട് നമ്മളെ ബാക്കി പരിപാടി മിക്കവാറും നമ്മൾ തന്നെ ഇതില് ഫസ്റ്റ് വാങ്ങൂട്ടാ. ഇതൊക്കെ റാഷിദ ഫസ്റ്റ് വാങ്ങാൻ എല്ലാ പരിപാടി ഇതിലുണ്ട്. ഞങ്ങൾക്ക് ഫസ്റ്റ് ഇവിടെ എത്ര ടീം വന്ന് മത്സരിച്ചിട്ടും കാര്യമില്ല. ഞങ്ങളുണ്ടാവും ഞങ്ങൾ ഇറങ്ങും. ഞങ്ങൾ ജയിലിന്റെ കരിങ്കോയി വരെ ഇവിടെ എത്തുന്നുണ്ട്. ഇനി സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം പ്ലേറ്റ് ഗ്ലാസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടണം. അപ്പൊ അതുവരെ നമ്മളിവിടെ ഫ്രീ ആണ്. അപ്പൊ എല്ലാവർക്കും എന്താ പറയുക വീട് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ പോണത് ഗോൾഡൻ മിക്സിലാട്ടാ. അപ്പൊ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആദ്യത്തെ പ്രോഗ്രാമും ആണ്. അപ്പൊ എന്തായാലും നമ്മൾ ഉസാറാക്കണല്ലോ. 4 ബാച്ചേരാട്ടാ ഉള്ളത് ഇവിടെ. ഇപ്പൊ മത്സരിക്കാനായാലും അപ്പൊ എന്തായാലും ഇതിൽ ഫസ്റ്റ് നമുക്ക് കിട്ടും. കാണാൻ നല്ല രസല്ലേ? നല്ല രസം. ഞങ്ങൾ പിന്നെ അധികം പണിയെടുക്കുക റിസ്ക് കുറഞ്ഞിട്ടുള്ള പ്രോഫിറ്റ്. ഇങ്ങനെ നിന്നാലും നിങ്ങൾ നോക്കണ്ട, ഒന്നും വിചാരിക്കണ്ട. ഫസ്റ്റ് കൊണ്ടുപോകും. ഞങ്ങൾ ടേബിള് കണ്ട നീക്കി ടേബിള് വേറെ എവിടെയും കിട്ടൂല. ഞങ്ങൾ റിസ്ക് കുറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. റിസ്ക് കുറഞ്ഞിട്ട് ഇത്രയും ആരവത്തോടെ നമ്മൾ വിളിച്ചിട്ട് നമ്മൾ ക്ലാസ്സിലെ മാസ്റ്ററിനട്ടാ. മാസ്റ്റർ ഞമ്മക്ക് പായസൊക്കെ കൊണ്ടുവരട്ടെ. നല്ല അടിപൊളി പായസട്ടെ നമ്മള് ജയിന് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് കമ്മിറ്റിക്കാരുടെ ഒരു പരാതി പറയാണ്ട്. ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്തില്ല. ഇലക്ട്രിസിറ്റി വലിച്ചാൽ മതി. ഞങ്ങൾക്ക് വേറെ ഇതിൽ പോയി വയറുത്താൻ പറ്റുമോ? നമ്മള് ചായ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ കമ്മിറ്റിക്കാർ ഞമ്മക്ക് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാത്തോണ്ട് ഞങ്ങൾ അത് ഒഴിവാക്കി. കമ്മിറ്റിക്കാർ ഭയങ്കര മോശമാണ്. കമ്മിറ്റിക്കാര് മോശം. ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്തില്ല. ഇലക്ട്രിസിറ്റി നിങ്ങൾ വലിച്ചെടുക്കണോ? ഇവിടുത്തെ തൊള്ളി കൂടെ വലിച്ചെടുക്കാൻ പറ്റുമോ? വള്ളത്തിലൂടെ ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല. ഇവിടെ വെള്ളം അല്ല വള്ളം മഴ ഉണ്ടല്ലോ. ശരി ആ ശരി ഒന്നും കൂടെ തിരിച്ചേ. ഇതൊക്കെ ഇതില് നമ്മളെ കൗണ്ടർ കണ്ടുപിടിച്ച സുഖ. എല്ലാ കൗണ്ടറും നല്ല അടിപൊളിയായിട്ടും കാണില്ല. ഓരോരുത്തരും ഒരുക്കണേ. ഞങ്ങൾ ഒരുക്കാത്ത തരാം. നമ്മളെ സാധനങ്ങൾ ഓണ വേണം. നമ്മള് സാധനം വന്നാൽ സെറ്റ് ആക്കട്ടെ നമ്മളെ കൗണ്ടറൊക്കെ. ഞങ്ങളെ സാധനം എത്തി. ഞങ്ങൾ പൊളിക്കും. കൗണ്ടർ പൊളിക്കാൻ പോവാണ്. ഞങ്ങൾ പരിപാടി ഇനി തുടങ്ങി. റാഷിദാന്റെ പരിപാടി എന്താ ചെയ്താ ശിവപ്രിയ ഞാനിത് സെറ്റ് ആക്കി കൊണ്ടുകൂട്ടാ. അങ്ങനെ നമ്മൾ ഇവിടെ തുടങ്ങുന്നത് ആദ്യം തന്നെ ബ്ലാക്ക് ചാർട്ട് നമ്മളെ കടന്റെ പേരട്ട. കടന്റെ പേരും ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മഞ്ഞച്ചാട്ടിലും മെനു കാർഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ. അപ്പൊ കട ഞാനങ്ങട്ട് വിലക്ക് വാങ്ങിട്ട കോടികൾ കൊടുത്തു കണ്ടാ ഞാൻ കട അങ്ങോട്ട് വാങ്ങിയിട്ടുള്ളത്. ഞങ്ങളെ കടത്ത് 2 കള്ളന്മാർ ഇവിടെ ഉണ്ട് ഇട്ടാ. കള്ളന്മാരെ പണി ബൂസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് കണ്ടിട്ടുണ്ടാവുക. പിന്നെ അതിന്റെ പുറകെ നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കണോണ്ട് കേട്ടോ. ഓരോ പ്ലേറ്റിക്ക് ഓരോ ഐറ്റംസ് ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കണ്ടേ. പിന്നെ നമ്മൾ ഏത് ഫുഡ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് എടുക്കണം. കാരണം ജഡ്ജസ്മാർ വന്നാൽ നമ്മൾ പെടാതെക്കാൻ വേണ്ടിട്ട് നമ്മളെന്താ പറയുക ടേസ്റ്റ് ചെയ്തിട്ട് സാധനം വെച്ചാൽ മതി. ഇതല്ലെങ്കിൽ പൊറാട്ട റോൾ ഇനി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആരെ കൊടുക്കുന്നത് വെച്ചാൽ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും സാധനം സെറ്റ് ചെയ്ത് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓരോരുത്തർ കൊടുത്ത് നമ്മളിങ്ങനെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് ടാബ്ലമൊക്കെ വെക്കണതും എല്ലാവരും നല്ല സേക്ക് സഹായിക്കുന്നുണ്ട് കഴിയുന്ന പോലെ. പിന്നെ നമ്മൾ റാപ്പ് ചെയ്ത് വെക്കണുണ്ട്. കാരണം നമ്മൾ ഈച്ചക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കടക്കാതെക്കാൻ വേണ്ടിയിട്ടൊക്കെ റാപ്പ് ചെയ്ത് അതിനനുസരിച്ചിട്ട് നമ്മൾ വെക്കണു കേട്ടോ. പേരൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ഇത്രയും സാധനം ഉണ്ടാവും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങൾക്ക് തന്നെ ഫസ്റ്റ് എല്ലാം ഞങ്ങൾ പറയും. മിനിറ്റിന് ഞങ്ങൾ പറയും. ഉഴുന്നുവട, ചിക്കൻ ബ്രെഡ്, നെയ്യപ്പം, ഉരുളക്കായ, ബ്രെഡ് പൊരി, സമൂസ, പാൻ കേക്ക്, പൊക്കവട, സേമിയ പായസം. നമ്മൾ ദൈനുവിന്റെ വക സേമിയ പായസം. പിന്നെ ചിക്കൻ റോൾ, പഴനിറവ്, കടലേറ്റ്, സ്റ്റീംഡ് അട, കായ്പോള, പഴംപൊരി, സ്വീറ്റ് ബ്രെഡ്, മക്രോണി, സമൂസ, പൊറാട്ട റോൾ, ഗ്രീൻ പീസ്,
അപ്പൊ ഇത്ര ഐറ്റംസാണ് ഞങ്ങളുടെ ഉള്ളത്. മാക്സിമം ഞങ്ങളെല്ലാവരും ഇതിൽ പങ്കെടുക്കാൻ നോക്കിക്കണം. ഈ സീനിയർക്കൊക്കെ ആണെങ്കിൽ നമ്മളെ സ്റ്റാളിൽ എന്തൊക്കെയുണ്ടോ അതുപോലെ സ്റ്റാളിൽ എന്തൊക്കെ ഉണ്ടെന്ന് പരിശോധിക്കാൻ വേണ്ടി മിനിറ്റിന് നമ്മളെ സ്റ്റാൾക്ക് എത്തുന്നിട്ടാ. അതിന്റെ ശേഷം നമ്മളെ മെനു കാർഡ് സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിണ്ട്. ഓരോന്നിന്റെ പ്രൈസ് ടാഗ് എഴുതണല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്ത് കടയില് പൊറാട്ട റോൾ പൊട്ട റോളൊക്കെ ആക്കി എടുക്കണ്ട ഓരോരുത്തര്. എനിക്ക് വ്ളോഗിലിടാനേ കണ്ടിട്ടേ ബർക്കത്തായിട്ടുള്ള പേരിട്ടുകൊണ്ട് നമ്മളെ സ്റ്റാൾ അങ്ങോട്ട് തുടങ്ങിയിട്ട കച്ചവടം ഇനി വരവേ കറക്റ്റാ. പിന്നെ 4 സ്റ്റാൾ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങള് പിന്നെ തലേന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് പിന്നെ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക ഒന്നും അങ്ങോട്ട് ബാക്ക് കയറ്റാ. ബാക്കിയൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്യുന്നു. ഫുഡ് ഐറ്റംസ് ഒക്കെ ഞങ്ങൾ ഫുള്ള് സെറ്റ് ചെയ്യുന്നിട്ടാ. അപ്പൊ ഓരോ സ്റ്റാളും ഓരോ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഓല് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് എല്ലാവരും. അൽഹംദുലില്ലാഹ്. പിന്നെന്താ പറയലേ ഒക്കെ എന്താ പറയുക ഫസ്റ്റ് ഞമ്മക്കാണല്ലോ ഇപ്പൊ കാണുമ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ലൈവായിട്ട് ഫുഡ് ഉണ്ടാക്കാറുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കട്ടെ. അതിനുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ കൊടുന്നാൽ മതി. എന്നാൽ ഞങ്ങൾക്ക് ലൈവായിട്ട് ഉണ്ടാക്കാൻ. ഞങ്ങൾ കൊടുക്കുന്നത് കരണ്ട് അടുപ്പായി. പക്ഷെ അവിടെ കരണ്ട് അങ്ങോട്ട് സെറ്റ് ആവൂലേ. നമ്മള് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എന്താ പറയാ ഞങ്ങൾ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് മാക്സി എന്താ മലബാർ സ്റ്റൈലാണ് ഞങ്ങൾ കുടിച്ചിട്ടുണ്ടല്ലേ. അതെ ഞങ്ങൾ ഫുള്ള് സെറ്റ് ആക്കും. പിന്നെ എന്താ പറയാ എല്ലാവരും എന്റെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മളെ കോസ്റ്റ്യൂം പണ്ടത്തെ അമ്മമാരെ കോസ്റ്റ്യൂമാണ് ഞങ്ങൾ സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പൊ ഈ കോസ്റ്റ്യൂമിൽ ഞങ്ങൾ കൊണ്ടുപോകും. കോസ്റ്റ്യൂമിൽ ഞങ്ങൾ റാഞ്ചും വേറെ ഒന്നുമില്ല. ഞങ്ങൾ ഫസ്റ്റ് ഇട്ടു ഉറപ്പാ. അപ്പൊ ഞാൻ ഷാള് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഏത് ഷാള് എനിക്ക് മാച്ച് നിങ്ങൾ പറയാം. അപ്പൊ ഉമ്മാനെ മാക്സി ഒക്കെ കേട്ടാ കഴിഞ്ഞ സെറ്റ് ആക്കും. ഇവിടെ ക്ലിയർ ഉണ്ടടി. അങ്ങനെ നമ്മളെ പരിപാടി തുടങ്ങാനായിട്ട് അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളൊന്ന് ടച്ചപ്പ് ചെയ്യാണ്. നമ്മൾക്ക് സെറ്റ് ആക്കണം എന്നുള്ളത്. പിന്നെ നമ്മളെ ഫുഡ് ഐറ്റംസ് എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആക്കിയാണ്. ഇനി ജഡ്ജസ്മാരും കൂടി വരാനുള്ളൂ കേട്ടോ. അങ്ങനെ ഫൈനലി ഓലും വന്ന് ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മളെല്ലാ സാധനങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തായാലും പ്രസന്റേഷനിൽ നമ്മൾ കൊണ്ടുപോകില്ല. നിങ്ങൾക്ക് അറിയാം നമ്മളെ തൊള്ള എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇതിന് മുമ്പ് നമ്മളെ പഠിപ്പിച്ച സേറ് വരാനിട്ടാ മുജീബ് സേറ്. പഠിപ്പിച്ചതെല്ലാം +2 പോയിരുന്നു. അന്ന് നമ്മുടെ ഉണ്ടായിരുന്ന നമ്മളെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സേറാട്ടാ. സേറും ഞാൻ ഭയങ്കര കമ്പനിയാണ്. അപ്പൊ ഇതായിരുന്നു നമ്മളെ മുജീബ് സേർ എന്ന് പറയണത്. ഞങ്ങളിലൊരു പോരായ്മ എന്ന് പറയുന്നത് ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്തില്ല എന്നുള്ള ഒരു ഒറ്റ സംഭവം ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞങ്ങൾ സെറ്റ് കഴിഞ്ഞു. അപ്പൊ എല്ലാ ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഞങ്ങൾ ടീച്ചേഴ്സ്മാരൊക്കെ വന്ന് നല്ല ഫുഡൊക്കെ എന്നുള്ള ടേസ്റ്റ് ചെയ്തു. ഓൽക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ഓരോരുത്തർ ഫുഡ് കഴിച്ചാൽ അതിന്റെ റിവ്യൂ പറയുമ്പോൾ ഭയങ്കര ഇതായിട്ട് സമാധാനം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഞമ്മക്കൊക്കെ. പിന്നെ നമ്മളെ ടീച്ചേഴ്സ്മാരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യും ഞമ്മക്ക്. ടീച്ചർമാരായാലും എല്ലാ പരിപാടിയും കട്ട സപ്പോർട്ടാട്ടെ. ഇനിയിപ്പോ പഠിത്തത്തിനായാലും എല്ലാത്തിനായാലും നമ്മളെ കൂടുതൽ നിൽക്കും. ആർക്കെങ്കിലും അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അവിടുത്തെ പേജ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം. നിങ്ങളൊന്ന് എന്തായാലും ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ അക്കൗണ്ടിങ് പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ. പിന്നെ ജഡ്ജസ്മാർ ഓലെ ചെറിയൊരു റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മോട് പറഞ്ഞു കേട്ടോ. നമ്മൾ ഈ പരിപാടിയിൽ നടത്തിയ പോസിറ്റീവ് അതുപോലെ തന്നെ നെഗറ്റീവ് ഇനി നമ്മൾ ഈ പരിപാടി കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി കൊണ്ടുവരേണ്ടത് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തന്നുട്ടാ. ചില സമയത്ത് നമ്മളെ ഷോ കണ്ട നിങ്ങളും സഹിക്കൂല എന്നാറ്. എന്നാലും നിങ്ങൾ സഹിച്ചോളിന്ന്. നമ്മക്ക് ഇങ്ങനത്തെ കൈവാളല്ലേ. പിന്നെ നമ്മൾ ഫുഡ് എല്ലാവർക്കും വാരി കോരി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളെ മനസ്സിനുള്ളിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് പ്രൈസ് ആർക്കായിരിക്കും? ആര് ജയിക്കും പറയ്. ഫസ്റ്റ് പ്രൈസ് ഇവിടെയോ അവിടെയോ? ഇവിടെയോ അവിടെയോ? പറയ് ആരാണ്? ഏത് വെച്ച് കൊണ്ടുപോവാ? സെക്കൻഡ് പറയണ്ടേ? ഫസ്റ്റ് അല്ലേ? ഫസ്റ്റ് ആരാ കൊണ്ടുപോവാ? കടിം കുടിയാണോ അതോ ദ സൗത്ത് കിസ് ആണോ? കടിം കുടിയാണ് ഫസ്റ്റ് പ്രൈസ്. Then second prize goes to the South Kisa. അപ്പൊ ഞങ്ങൾക്ക് എത്ര സ്ഥാനം കിട്ടി നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് 3ാം സ്ഥാനം കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ ഡെക്കറേഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞങ്ങളെ സ്ഥാനം മാറിയതല്ലേ. ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ സൈനുവിന്റെ ഒരു പാട്ടോട് കൂടി നമ്മൾ ഇന്ന് ഇവിടുന്ന് വിട വാങ്ങുന്നു. പാടിക്കൂടെ എന്റെ മറ്റേ പാട്ട് നല്ലൊരു ഫാൻസ് മറ്റേ ബനുജു പാടിയ മുഖം കാണിച്ചാ പാടി. ഞാൻ മുഖം കാണിച്ചു. ഞാൻ എന്റെ മുഖം കാണിച്ചു. കപ്പലും മുങ്ങിക്കോട്ടെ അത് കടലിൽ മുങ്ങിക്കോട്ടെ നിന്നെയും കൊണ്ട് അറ്റ്ലാന്റിക്സിൽ നീന്തി കിടക്കുന്ന
ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്നമർത്തുക. അപ്പൊ എല്ലാവർക്കും ബൈ.